അവിടെ ഭയങ്കര എന്താ പറഞ്ഞ പിന്നെ ജോർജകൾ അയച്ചിട്ടുണ്ട്. എന്താ അവിടെ കാണിക്കുന്നത് ഇവര്? വാട്ട് ദേ ആർ ഡൂയിങ്? അതവർ അയച്ചു തന്നതല്ലേ? അല്ല അവര് ഓൾറെഡി the thread they have already sent, no? It is not that easy. In the hand, though. What is around your hand? This is, thread. Shama. Let me put it on record. I cannot see anything. That is why we are having some more threads being added to this. Oh, it is with you. Oh, this I didn't know. You are holding the other end. Huh? Yeah. Mommy. You are holding this end. What for? What for? Oh, Daddy. It is very obvious, I think. You are holding and keeping there. Wow. Yeah, otherwise it will qualify. So? We are holding it. How long you will do? Oh, you wouldn't. Till they get the remaining 7, 8, 9, 10, 11 threads. So each one you are holding. I don't understand. Where is the first, second, third, fourth, fifth, sixth, seventh? അടുത്ത ഇവരുടെ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കാനുള്ളതല്ലേ? അതുവരെ ജീവിക്കാനൊന്നും ആശിക്കണ്ട പോ. ഞാൻ 100 വയസ്സ് അറിയോ? അളിയന്മാരുടെ ജോലിയാ ഇത്. അല്ലല്ലോ അളിയന്മാർ. ഞാൻ എപ്പോഴും അപ്പൊ ഇത് 7, 6, 13, 6, 12, 9 കണക്ക്. ഓ ഇത് നല്ല സ്ട്രോങ് ആ. അപ്പൊ സ്റ്റാർച്ച് എപ്പോഴായിരുന്നു? സ്റ്റാർച്ച് ഇട്ടു അതിന്റെ സാറല്ല. അതിന്റെ കൂടെ ഇതൂടെ ഒന്ന് പിരിച്ചിട്ട് അതോ ഇതും കൂടെ പിരിച്ച് രണ്ടും കൂടെ ഒന്ന് ശരിയാകത്തില്ലത്. ഇതിനോട്ട് വെച്ചിട്ട് എനിക്കൊരു പൊടിയും കിട്ടുന്നില്ല. പാടുപെട്ട ഇത്രയും മാറ്റിയത് എന്തോ കൊച്ചു പിള്ളേരെ പോലെ. ഡാഡി ഇങ്ങനെ ചെയ്തിട്ടില്ലേ? ഡാഡി ആരാ ഏൽപ്പിച്ചിട്ടത്? ഡാഡിയുടെ കല്യാണം. ഡാഡിയുടെ കല്യാണത്തിനൊക്കെ ഞാനാ എടുത്ത്. ഞങ്ങളെല്ലാരും ഇവിടെ എടുത്തു അല്ലേ? ഞാനൊന്നും ഓർത്തില്ല. എന്തോ അത് പിടിച്ചാണത് അറ്റത്ത് കുടുങ്ങിയ ഞാൻ പിടിക്കണോ? വിട്ട് പോയി ഫാൻ ഇടുവോ? അല്ല ഫാൻ വേണ്ട. ഇതൊരു ഫാൻ പാടില്ലായിരുന്നോ? ഡാഡി ചോദിക്കാതെന്താ? മമ്മി ഉറങ്ങല്ലേ? മമ്മി ഹാഫ് അസ്ലീം അല്ലേ? പിന്നെ എന്നെ വെട്ടിക്കൊല്ലും. അത് പോരാന്ന് പറഞ്ഞപ്പോഴേ അവന് മതിയായി. കുഴപ്പമൊന്നും തോന്നുന്നില്ല. പിന്നെ കസവന്തി കല്യാണ സാരി കസവല്ലേ? എന്താ? അതായത് ഇപ്പോഴത്തെ പിള്ളേര് അതല്ല നോക്കുന്നത്. അത് കഴിഞ്ഞാലും അവർക്ക് പ്രയോജനമാണ്. കല്യാണ സാരി പിന്നെ വേറെ കല്യാണ സാരി ഇപ്പൊ എനിക്ക് ഇടാൻ നോക്കത്തില്ല. പക്ഷെ അത് ട്രഡീഷണൽ ആയിട്ട് വെച്ചോണ്ടിരിക്കും. പിന്നെ എന്റെ കല്യാണ സമയത്ത് എല്ലാരും ചുമപ്പ്, കറുപ്പ്, മറ്റേത് മറ്റേ ഡാർക്ക് കളറായിരുന്നു. ഞാൻ പോയിട്ട്
ചാണകപ്പച്ച എടുത്തു. ഒട്ടുണ്ടാക്കല്ല, ആർക്കും എന്റെ പിടിച്ചില്ല. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറെ ആരുണ്ട്? അപ്പച്ചനും അമ്മച്ചി ഞങ്ങൾ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? അപ്പച്ചന് ദിവസം ഉച്ച കഴിഞ്ഞിട്ട് വരുന്നു, എറണാകുളത്ത് പോവും. എറണാകുളത്ത് പോയി കഴിഞ്ഞ് സാരി എടുക്കണം, മാലയും എടുക്കണം. എല്ലാം കൂടെ 6 ദിവസം ആ പണി. പോയി മോളോട് ചോദിച്ചു നോക്കാം എത്ര ദിവസം കൊണ്ടാ സാരിയൊക്കെ എടുത്തെന്ന്. ഒരു ദിവസം കൊണ്ട് ഒരു സാരി. അത് രാത്രി പോയിട്ട്, രാത്രിയില്ല, ഒരു മാല എടുക്കാൻ പോയത്. അവിടെ ചെന്നപ്പോ എല്ലാം നല്ല തിളക്കം. ഞാൻ പറഞ്ഞു എനിക്ക് കല്ലുള്ളതൊന്നും വേണ്ട, കല്ലുള്ളതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഈ തിളങ്ങുന്ന കണ്ടപ്പോ എന്റെ വിചാരം അത് കല്ലാണ്. പയറൊന്നും ഈ കല്ലൊന്നും ഇല്ല, കല്ലില്ലാത്ത. ഇല്ല, ഞാൻ എനിക്കത് വേണ്ട കല്ലൊക്കെ. അങ്ങനെ രാത്രി പോയാണ് എടുത്തത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പോയി ഒരു 3-4 കടയിൽ പോയി നോക്കിയിട്ട് എനിക്കത് അവിടുത്തെ വേണോ, ഇവിടുത്തെ വേണോ, ആലിക്കാസിലെ വേണോ, പിന്നെ എന്താ മലബാർ ഗോൾഡ് വേണോ, എനിക്കിതുവരെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് വല്ലതും ഇടുവോ? കല്യാണം കഴിഞ്ഞ് ലോക്കറിൽ ഇരിക്കുന്ന ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ട്. കൊച്ചുകൊണ്ട് കല്യാണത്തിന് പിന്നെ കൊച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ടോ? എന്തോ മാലയും വളയൊക്കെ? ആ മാല ഞാൻ ഈയിടെ ഇപ്രാവശ്യം അവിടെ ലോക്കറിൽ പോകുമ്പോ ഞാൻ എടുത്തിട്ട് ഞാൻ ഇട്ടിട്ട് മമ്മി എങ്ങനെയുണ്ട്? മമ്മി കണ്ണാടി നോക്കി നോക്കിയപ്പോ മനസ്സിലായി. ഞാൻ തിരിച്ചു അതുപോലെ അത്ര മോശമായത്. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിലുള്ള സ്റ്റൈലാണ് കേട്ടോ. അതാന്ന് ഓർത്തിട്ടാ ഞാൻ അത് ഇട്ടത്. നന്നായി കളറല്ല. അങ്ങനെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോക്ക് എന്താ കുഴപ്പം? അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയോണ്ട് തമ്പിച്ചാന്റെ കൃതാവ് ഇവിടെ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫാഷൻ അല്ലേ ഇന്നത്തെ? MG സോമന്റെ ഒക്കെ പോലെ. ഡാഡി ഫേഷ്യൽ എല്ലാം ചെയ്തായിരുന്നു. അന്നൊക്കെ ഫേഷ്യലിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഏതാണ്ടൊക്കെ കപ്പറാറ്റി ഒക്കെ കാണിച്ചിട്ടുണ്ട്. തലയിൽ ഇങ്ങനെ വലിയ കുരുക്കിളി കൂടെ അത് കണ്ടിട്ടുണ്ടോ റംജാൻ ചെയ്യുന്നത്? ഇങ്ങനെ ഇങ്ങോട്ട് ഒരറ്റം ചെറുതും ഒരറ്റം പിരമിഡ് 3-4 ലേയേഴ്സ് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഓർമ്മയുണ്ട്. എന്തെല്ലാം ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാ BTP-ന്ന് യാവു പാടി ഓടിപ്പോന്ന ഓർമ്മയുണ്ടോ? എന്നിട്ട് എല്ലാം ബസ് സെന്റ് മേരീസിൽ പോകാൻ ബസ് മിസ് ചെയ്യും. ഇവിടുന്ന് ചാടി ഉറങ്ങി അപ്പുറത്ത് കൂടെ 3 വീട്ടിലേക്ക് പോയി അവിടെ ഒക്കെ പോയി തന്നെ ഇവിടുന്ന് ബസ് കമ്പനി പോകണ്ടേ അന്നേരം? അല്ലല്ല, നമ്മൾ സ്കൂളിന്റെ പഠിക്കുന്നത്. ഒരു കയ്യില് ഇതാ പിന്നെ എന്താ ടിഫിൻ ബോക്സ് ഒരു കയ്യില്, മറ്റേ കയ്യില് ബാഗ്, പിന്നെ ഡും ഡും ചാടി. പക്ഷെ അങ്ങനെയൊക്കെയല്ലേ ഞാൻ സ്പോർട്സ് മാനായത്. ഓടി പ്രാക്ടീസ് കുഴപ്പമില്ല. ഇല്ല ഇതൊന്നും കാണുന്നില്ല, ഇവരുടെ കയ്യെ മാത്രം കാണാം. അവളെ കുറുക്കാനുള്ള കയറുക. രണ്ടിനെയും കുറുക്കാനുള്ള നീളമുണ്ട് അതിന്. മരുമകനെ പിടിച്ചു. അതെ, മരുമകന്റെ കയ്യിലാണോ കൊടുക്കുന്നത്? മരുമകൻ എല്ലാവരാണല്ലേ. എന്നാ ഈ ഞാനൊരു ഇതില്
ഗോൾഡിന്റെ ഇതെടുത്തോണ്ട് വരാം അതിന്റെ അകത്തോട്ടില്ല. എന്ത് മിന്നുണ്ടോ? മിന്നുണ്ട്, മിന്നും കൂടെ എടുത്തോണ്ട് വരട്ടെ. അയ്യോ അതൊക്കെ എന്തോ ഞാൻ ചോറ് എടുത്തോണ്ട് വന്ന് 2 തരി അല്ല പിന്നെ എത്രയും ചോറ് സ്റ്റിഫായിട്ട് ഉണ്ടാക്കാമോ അത്രയും സ്റ്റിഫായിട്ടല്ല അവൻ. കൂടുതൽ ചോറുണ്ടാക്കിയ ഭാഗത്തൊന്നുമില്ല. എന്തുവാ ഞാൻ പറയാൻ വന്നത്? ഞാനിപ്പോ എടുത്തോണ്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചു. ഞാൻ അവിറ്റത് പറയട്ടെ, ഞാൻ സൂക്ഷിച്ചു വെച്ചു. എന്റെ സൂക്ഷിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നീ അത്ര വലിയ വിശേഷം. 44 ദിവസം ഞാൻ കഴുത്തെ ചുറ്റിക്കൊണ്ട് നടന്ന. 40 ദിവസമോ? അതാണ് ഞാൻ അന്ന് തന്നെ ഊരിട്ട് അത് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് പിന്നെ അത് ആരാണ്ട് എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ കുറെ കഴിയുമ്പോ അങ്ങ് പോയി. അങ്ങ് എങ്ങനെയാ പോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ആണോ? പിന്നെ എനിക്ക് മിന്നുമാലയൊന്നും കിട്ടിയില്ല കേട്ടോ.